നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീര പ്രദേശങ്ങളായ അഞ്ചുതെങ്ങ്, അഴിയൂർ, വർക്കല, ഇടവ തീരങ്ങളിൽ ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞു. അഞ്ചുതെങ്ങ്, മാമ്പള്ളി, മുതലപ്പുഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറുകളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ ഇന്ന് രാവിലെ മുതൽ നീക്കം ചെയ്തു തുടങ്ങുന്നുണ്ട്. ക്രെയിൻ ഉൾപ്പെടെയുള്ളവ വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളിലായതിനാൽ തന്നെ കടൽ മാർഗം കൊല്ലം പോർട്ടിലേക്ക് മാറ്റും. തങ്കശ്ശേരിയിൽ സമീപം ഒഴുകി നടന്ന കണ്ടെയ്നർ മത്സ്യബന്ധന ബോട്ടിൽ കെട്ടിവലിച്ച് ഇന്നലെ പോർട്ടിലേക്ക് എത്തിച്ചു. ഇന്നലെ രാത്രി വരെ 34 കണ്ടെയ്നറുകളാണ് തീരത്ത് അടിഞ്ഞുകൂടിയത്. ഭൂരിഭാഗം കണ്ടെയ്നറുകളും ശൂന്യമാണ്. ചിലതിൽ അപകടമല്ലാത്ത വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരപ്രദേശങ്ങൾ ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല, അഞ്ചുതെങ്ങ്, അയിരൂർ, ഇടവ തീരങ്ങളിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. അഞ്ചുതെങ്ങ്, മാമ്പള്ളി, മുതലപ്പുഴി എന്നീ തീരങ്ങൾ കണ്ടെയ്നറുകളിലെ പാഴ്സലുകൾ ഒഴുകി നടന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു. വർക്കല മാന്ത്ര ക്ഷേത്രത്തിന് സമീപമാണ് തീരത്ത് അടിഞ്ഞത്. കണ്ടെയ്നർ പലതും തകർന്ന നിലയിലാണ്. ചാക്കുകെട്ടുകൾ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലുമാണ്. 250 ഡസനോളം കാൽസ്യം കാർബൈഡ് അടങ്ങിയ 12 കണ്ടെയ്നറുകൾ മുങ്ങിയ കപ്പലിൽ ഉണ്ടെന്നും ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുങ്ങിത്താഴും മുമ്പ് കപ്പലിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ 100-ലധികം കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റ് ഗാർഡ് നടത്തിയ ഏരിയൽ പരിശോധനയിൽ വ്യക്തമായിരിക്കുകയാണ്. ഇന്ധന ചോർച്ചയെ തുടർന്ന് കടലിൽ വ്യാപിച്ച എണ്ണപ്പാടം നീക്കം ചെയ്യാൻ മാർക്കറ്റിൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് കപ്പൽ കമ്പനിയായ MSC ELSA 3 നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പൽ കടൽക്ഷോഭത്തിലാണ് ആടി ഉലഞ്ഞത്. ഇവിടെ ഉണ്ടാകുന്ന പ്രധാന സംശയം എല്ലാ കണ്ടെയ്നറുകളും അതിന്റെ ചാവി, അതിന്റെ പൂട്ട് എങ്ങനെയാണ് തുറന്നു പോയത് എന്നൊരു സംശയം പലർക്കും തോന്നുന്നുണ്ട്. ക്യാബിനറ്റ് ലോക്കുകൾ ഇളകിയതിനാലാകാം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചത് എന്ന സൂചനയാണ് വരുന്നത്. കൂടുതൽ സ്ഥിരീകരണം ആവശ്യമാണ് എന്ന നിലപാടിലാണ് വിഴിഞ്ഞം തുറമുഖ അധികൃതർ. അപകടം സംബന്ധിച്ചും അപകടത്തിൽപ്പെട്ട കപ്പലുകളെ കുറിച്ചും വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ തുറമുഖ അധികൃതർക്ക് നിയന്ത്രണം ഉണ്ട്. രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനും തുറമുഖങ്ങളിലും കപ്പലുകളിലും പ്രോട്ടോകോൾ നിലവിലുണ്ട്. അപകടകരമായ വസ്തുക്കളുടെയും സ്വഭാവം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളും ലേബലുകളും കണ്ടെയ്നറുകളിൽ പതിച്ചിരുന്നു. അതുപോലെ തന്നെ കയറ്റിറക്കം സുരക്ഷാ ക്രമീകരണങ്ങളോടെ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക കോഡും നൽകിയിരുന്നു. വീഴാതെയും മറിയാതെയും കപ്പലിൽ പ്രത്യേക ക്യാബിനുകളിൽ ഉറപ്പിക്കുന്ന പതിവ് സാധാരണമാണ്. കണ്ടെയ്നറുകൾക്ക് കേടുപാടുകളോ ചോർച്ചയോ ഉണ്ടായോ എന്ന് ഓരോ തുറമുഖത്തും പരിശോധിക്കാറുണ്ട്. കണ്ടെയ്നറുകളുടെ ഉറപ്പ്, പഴക്കം എന്നിവ സംബന്ധിച്ച കണ്ടെയ്ൻ സേഫ്റ്റി കൺവെൻഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തും പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് കപ്പൽ പുറപ്പെട്ടത് എന്നാണ് വിവരം. ഇതിനു പുറമെ രാസവസ്തുക്കൾ കയറ്റി കപ്പലുകളിലെ ചരക്കു നീക്കത്തിന് പ്രത്യേക മുൻഗണനയും തുറമുഖങ്ങളിൽ നൽകുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെട്ട MSC ELSA 3 എന്ന ലൈബീരിയൻ ഫീഡൽ കപ്പലാണ് ഈ 600-ലേറെ കണ്ടെയ്നറുകളുമായി അപകടത്തിൽപ്പെട്ടത്. കപ്പൽ പൂർണ്ണമായും മുങ്ങിയതോടുകൂടി അതിലെ കണ്ടെയ്നറുകളെല്ലാം കടലിലായി. 13 കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബണേറ്റുമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാൽസ്യം കാർബൈഡ് ഉപ്പുവെള്ളവുമായി കലരുന്നത് പൊട്ടിത്തെറിക്കും തീപിടുത്തത്തിനും വരെ വഴിയാകാമെന്ന കാരണം പറയുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ വലിയ അളവിലുള്ള ഡീസലും ഫർണൽ ഓയിലും കപ്പലിൽ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ലോലമായ തീര പരിസ്ഥിതിക്ക് വിനാശകരമാകും വിധമുള്ള അവയാണ് ഇവയെല്ലാം കടലിൽ വ്യാപിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുക തന്നെ ചെയ്യും. ഒഴുക്കിൽപ്പെട്ട കണ്ടെയ്നറുകളും മറ്റു വസ്തുക്കളും മണിക്കൂറിൽ ഏകദേശം 3 കിലോമീറ്റർ വേഗതയിൽ ഒഴുകുന്നുവെന്നാണ് കണ്ടെത്തിയത്. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെയും കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസിന്റെ വിലയിരുത്തൽ പ്രകാരം തെക്ക് ഭാഗത്തേക്കാണ് ഇപ്പോൾ കടലിന്റെ ഒഴുക്ക്. ഈ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ നമ്മുടെ തീരപ്രദേശങ്ങളെ പൂർണ്ണ സജ്ജമാക്കുന്നതിലടക്കം അധികൃതരുടെ ആദ്യ മുൻഗണന ഉണ്ട്. തീരത്തടിയുന്ന വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം വസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കണമെന്നാണ് തീരദേശവാസികൾക്കുള്ള നിർദ്ദേശം. തീരത്തടിയുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കണം. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള സാഹചര്യം വിലയിരുത്താൻ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം കപ്പൽ മുങ്ങിയ ഭാഗത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് ആരും മീൻപിടുത്തത്തിന് പോകരുത് എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ മത്സ്യബന്ധനത്തിന് കൂടി ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് എണ്ണയും കണ്ടെയ്നറുകളും രാസവസ്തുക്കളും കടലിൽ പരക്കുകയാണ്. വിഷാംശം മത്സ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നതിനപ്പുറം അവയുടെ
ആവാസ വ്യവസ്ഥകളെയും ജീവിത ചക്രത്തെയും തകരാറിലാക്കുകയും ചെയ്യും. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങാൻ ഇടയാക്കുമെന്നും ആശങ്കയുണ്ട്. സമുദ്രോഷ്മാവ് കൂടുന്നതിനാൽ മത്സ്യബന്ധനത്തിൽ ഇപ്പോൾ തന്നെ കുറവുണ്ടായിട്ടുണ്ട്. മത്സ്യസമ്പത്തിൽ മത്സ്യലഭ്യതയിൽ ഇപ്പോൾ തന്നെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കപ്പലടക്കം മൂല്യമുള്ള പ്രശ്നങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ മത്സ്യബന്ധനത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് സംബന്ധിച്ച സമഗ്ര പരിശോധനകളും പഠനങ്ങളും ഉണ്ടാകും. വിഴിഞ്ഞം തുറമുഖം സജ്ജമായതോടെ കേരളത്തിന്റെ തുറമുഖ മേഖല കൂടുതൽ സജീവമാവുകയും കേരളം തീരത്തോട് ചേർന്നുള്ള രാജ്യാന്തര കപ്പൽ പാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യും. നിർണായക പ്രാധാന്യമുള്ള ഈ പാതയിലെ സുരക്ഷാ വെല്ലുവിളിയിലേക്ക് കൂടിയാണ് ഈ കപ്പലുകൾ വിരൽ ചൂണ്ടുന്നത്. കടലിൽ ഒഴുകുന്ന കണ്ടെയ്നറുകൾ മറ്റ് യാനങ്ങളിൽ ചെന്നിടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ നാവികരെയും രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നാവികസേന. അത് ആശ്വാസം തന്നെയാണ്. കടലിൽ എണ്ണ പരുക്കുന്നത് തടയാനുള്ള നടപടികളും സേന സ്വീകരിക്കുന്നു. കടലിൽ വീണ കണ്ടെയ്നറുകളിലെ ഹാനികരമായ വസ്തുക്കൾ എത്രയും വേഗം നീക്കം ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തീരദേശങ്ങളുടെയും മത്സ്യബന്ധന മേഖലകളുടെയും ആദ്യ തിരിച്ചറിഞ്ഞുള്ള പരിഹാര മാർഗങ്ങളാണ് അടിയന്തരമായി സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടത്.